നടൻ ധനുഷാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ട്രെൻഡിങ് ടോപ്പിക്ക്. അതിന് കാരണം കഴിഞ്ഞ ദിവസം താരം നടത്തിയ ഒരു പ്രസംഗമായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് ചെന്നൈയിലെ ഫാൻസ് ക്ലബ്ബുകൾ എല്ലാം ചേർന്ന് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ നടൻ നടത്തിയ പ്രസംഗമാണ് വൈറലാകുന്നത്. അടുത്ത കാലത്തൊന്നും ഫാൻസ് സംഘടിപ്പിക്കാത്ത ഇത്രത്തോളം വലിയൊരു പരിപാടി താരം പങ്കെടുക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടുമില്ല. പ്രസംഗിച്ചു എന്നതിനപ്പുറം ആ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞ വാക്കുകളും മറ്റുമാണ് തമിഴ്നാട്ടിലാകെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ചടങ്ങിൽ നടൻ നടത്തിയ പ്രസംഗവും ആരാധകരുമായി നടത്തിയ ഇടപെടലുമെല്ലാം കാണുമ്പോൾ വൈകാതെ ധനുഷ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ആളുകളുടെ കണ്ടെത്തലുകൾ. രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും കഴിഞ്ഞ ദിവസം ആ ചടങ്ങിൽ വെച്ച് ധനുഷ് നടത്തിയിരുന്നു. പാവപ്പെട്ടവർക്ക് സഹായ വിതരണം എന്നതിനു പുറമെ ചടങ്ങിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ച ആരാധക ക്ലബിനായി പുതിയൊരു പതാകയും ധനുഷ് അനാചരണം ചെയ്തു. ഇത്രയും ആളുകൾ ഒരിടത്ത് ഒത്തുചേർന്നു. ഈ ഐക്യത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തിക്ക് നാം ഒരു ലക്ഷ്യം നേടണം. ഓഡിയോ ലോഞ്ചിലും ആരോഗ്യ സംഗമത്തിലും മാത്രം ഒതുങ്ങാതെ സമൂഹത്തിൽ ഗുണകരമായ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും പങ്കാളിയാകണം. നമ്മളെക്കുറിച്ച് കൂടുതൽ അഭിമാനിക്കാൻ എനിക്ക് അവസരം ലഭിക്കണം. നിങ്ങൾ അത് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് ആരാധകരെ അഭിസംബോധന ചെയ്ത് ധനുഷ് പറഞ്ഞത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചെയ്യാറുള്ളതുപോലെ പ്രസംഗത്തിനിടെ ചില കുട്ടിസ്റ്റോറികളും നടൻ പങ്കുവച്ചു. എന്നാൽ പ്രസംഗത്തിനിടെ ധനുഷ് രണ്ടാമതുമാങ്കിലും ലിംഗയ്ക്കൊപ്പം തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ അത് നടന്റെ അനുഭവമാണോ? ലോക പ്രശസ്തനായ അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമായ ലെസ് ബ്രൗണിന്റെ പ്രസംഗത്തിൽ നിന്ന് മോഷ്ടിച്ച തൻ്റെതായ രീതിയിൽ നടൻ മാറ്റിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനം. പ്രതിസന്ധിയെ അതിജീവിക്കുക, സ്വയം വിശ്വസിക്കുക, ജീവിതത്തിൽ വിജയം നേടുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രചോദനാത്മകമായ പ്രസംഗത്തിലൂടെ ലെസ് ബ്രൗൺ ലോകമെമ്പാടും ശ്രദ്ധ നേടിയത്.